ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാജീവനാണെങ്കിൽ ആ ഹോട്ടൽ റൂമിലോട്ട് പോവാണ്. അവിടെ ശിവൻ ഉണ്ടാവേ. ശിവൻ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അകത്ത് കയറി വേഗം തന്നെ വെള്ളം കുടിക്കുകയാണ്. ആ സമയത്ത് ശിവൻ ചോദിക്കേ പോയ കാര്യം എന്തായെന്ന്. സംഭവം സെറ്റാണ്. 20 ഏക്കർ സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ കെട്ടിടം. അവിടെ അടുത്തെങ്ങും ആൾത്താമസമില്ല. കാടും കുന്നും മലയും ഒന്ന് ഒച്ച വെച്ചാൽ പോലും ആരും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, ആരുടെ ഐഡിയയിലാണ് ഇത് കണ്ടുപിടിച്ചതെന്ന്. അതെൻ്റെ അളിയൻ മുരളീകൃഷ്ണൻ തന്നെ. അവൻ്റെ കെയർ ഓഫിലുള്ളതാണ് ഈ ഒഴിഞ്ഞ കെട്ടിടം. അവിടെ പ്ലംബിങ്ങും മറ്റും ചെയ്യുന്ന 2 പണിക്കാരുണ്ടായിരുന്നു. അവരിപ്പോൾ ഇല്ല. ആ കെട്ടിടം പൂട്ടിയിട്ടേക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവൻ ചോദിക്കുന്നുണ്ട്, ഈ മുരളീകൃഷ്ണൻ നമ്മളെ ചതിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എൻ്റെ അളിയൻ ഞാൻ പറഞ്ഞതേ ചെയ്യൂ, അത് കേട്ടേ നിൽക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീനെ എങ്ങനെ കൊണ്ടുവരാനാ നീ ഉദ്ദേശിക്കുന്നതെന്ന്. ശിവേട്ടാ, അലീന ഇന്ന് ഹോസ്പിറ്റലിലുണ്ട്. ഇനി വൈകിട്ട് ഗോവർദ്ധൻ്റെ ഭാര്യ സുലോചനയാണ് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കേണ്ടത്. അവർ വരുമ്പോൾ ഇവളിറങ്ങും. അപ്പോൾ ഗോവർദ്ധനാണ് കടപ്പാട്ടൂർ ഇവളെ കൊണ്ടുപോയി വിടേണ്ട ചുമതലയുള്ളത്. ആ സമയം നോക്കി ശിവേട്ടൻ ഗോവർദ്ധനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം. ഗോവർദ്ധൻ ഇല്ലെങ്കിൽ പിന്നെ അവൾക്ക് പിന്നെ വേറെ വഴിയില്ല. ബസ്സോ ഓട്ടോയോ അല്ലാതെ അവൾക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്താണ് നമ്മുടെ ഇടപെടൽ. നമ്മുടെ ആളുകൾ അവളെ പൊക്കിക്കോളും എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് കേട്ടോ, എടാ പെണ്ണ് കേസാണേ, സൂക്ഷിച്ച് ഇടപെട്ടില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറയുമ്പോൾ രാജീവൻ പറയും, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ശിവേട്ട ഈ പോലീസുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയെന്ന്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, SP നമ്മുടെ ആളാണ്, പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ എല്ലാം സെറ്റാണ് ശിവേട്ട, ഇനി ഇര വന്ന് വലയിൽ വീഴുകയേ വേണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പിന്നീട് നമ്മുടെ അലീനയും വൈജയാണ് കേട്ടോ കാണിക്കുന്നത്. വൈജയ്ക്ക് അലീന അങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് കൈയൊക്കെ. അപ്പോൾ അത് ഇഷ്ടമല്ലായിട്ട് ഇങ്ങനെ വലിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അലീന ചോദിക്കും, എന്തിനാ കൈ വലിക്കുന്നത്, ആ കൈക്ക് വേദനയൊന്നും ഇല്ലല്ലോ, കൈ തുടയ്ക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിസ്റ്റർ വന്ന് പറയുന്നുണ്ട് കേട്ടോ, ചിലപ്പോൾ വേദന ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് അലീനയുടെ അടുത്തേക്ക് പോവാണ്. എന്തിനാ ആന്റിയുടെ സ്വന്തം മകളല്ലേ ഇതൊക്കെ ചെയ്തു തരുന്നത്, പിന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴൊക്കെ നമ്മുടെ വൈജയുടെ കണ്ണിങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കാണുമ്പോൾ സിസ്റ്റർ അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കും. എന്നിട്ട് പറയും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ ക്ലീൻ ചെയ്യുമ്പോൾ അത് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. വൈജ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്ക് മനസ്സിലായി, സ്വന്തം മകളെ കൊണ്ട് ഇതൊന്നും ചെയ്യുന്നത് ആന്റിക്ക് ഇഷ്ടല്ലേ എന്ന് പറയുന്നു. എന്നിട്ട് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, അലീന ഇനി ഒന്നും ചെയ്യണ്ട കേട്ടോ, ആ ജ്യൂസ് എടുത്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് കോളർ വെക്കാം, കോളർ വെച്ച് കഴിഞ്ഞാലേ ജ്യൂസൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ എന്നും പറഞ്ഞ് സിസ്റ്റർ കുറച്ച് അങ്ങോട്ടേക്ക് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മുടെ അലീന പോയിട്ട് ജ്യൂസ് എടുത്ത് ആ സ്ട്രോ വായിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ വൈജ കുടിക്കാനേ കൂട്ടി വെക്കുന്നില്ല, കണ്ണും ചിമ്മിയിരിക്കുക കേട്ടോ. എന്തിനാ ഇങ്ങനെ വാശി, പ്ലീസ് വായൊന്ന് തുറക്കുവോ എന്ന് ചോദിക്കുകയാണ് അലീന. അപ്പൊ ഇത് കാണുന്ന സിസ്റ്റർ പറയും, ജ്യൂസും കുടിക്കുന്നില്ലേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വന്ന് കൊടുക്കുമ്പോൾ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കുടിക്കുന്നുണ്ടല്ലോ. മോള് ചെയ്യുന്നതൊന്നും അമ്മയ്ക്ക് അത്ര പിടിക്കുന്നില്ലെന്നാ തോന്നുന്നേ. എന്താ ആന്റി, എന്തിനാ ഈ മോളോട് ഇത്ര വാശി, നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണോ, അമ്മയ്ക്ക് മോളോട് എന്തോ പിണക്കുണ്ടെന്നാ തോന്നുന്നേ എന്ന് പറഞ്ഞിട്ട് ജ്യൂസിൻ്റെ ഗ്ലാസും കൊണ്ട് നമ്മുടെ സിസ്റ്റർ അങ്ങോട്ട് പോകുന്ന സമയത്ത് അവിടേക്ക് ഡോക്ടർ വരെ. ആ സമയത്തൊക്കെ നമ്മുടെ അലീന മാറി നിന്ന് കരയുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ വന്നതിന് ശേഷം ഡോക്ടർ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു, ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്തായിരുന്നു സ്ഥിതി, ഇപ്പൊ പേടിക്കാനൊന്നുമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ വൈജ കണ്ണ് ചിമ്മി കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അലീന വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. ആ സമയത്ത് നമ്മുടെ സുലോചനയാണെങ്കിൽ ചോദിക്കും, എന്താ ഇത്ര വൈകിയേ, വീട്ടിൽ പോകണ്ടേന്ന്. അതൊക്കെ ഞാൻ പൊക്കോളാം, ഗോവർദ്ധൻ അങ്കിൾ എന്തേന്ന് ചോദിക്കും കേട്ടോ. ഏട്ടൻ കുറച്ചു നേരത്തെ പുറത്തേക്ക് പോയല്ലോ, അത് കുഴപ്പമില്ല, ഞാൻ വിളിച്ചോളാന്ന് പറയാണ് അലീന. ആൻറ്റി കയറിക്കോ എന്ന് പറയുമ്പോൾ സുലോചന വൈജയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയത്ത് നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ സന്ധ്യയായില്ലേ, പോരാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ദാ ഇറങ്ങാറായി, എന്താ ഇത്ര നേരം വൈകിയേ, കുറച്ച് നേരത്തെ ഇറങ്ങണ്ടേ എന്ന് ചോദിക്കും. അതൊന്നും കുഴപ്പമില്ല അച്ഛാ. ഗോവർദ്ധൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുലോചന ആൻറ്റി പറഞ്ഞു ഇവിടെ എവിടെയോ കാണുമെന്ന്, ഞാനൊന്ന് നോക്കട്ടെ. വൈജയുടെ അടുത്ത് ഇപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ സുലോചന ആൻറ്റി കയറിയിട്ടുണ്ട് എന്ന് പറയും. എങ്കിൽ പിന്നെ ഞാൻ കാറും കൊണ്ടുവരാം എന്ന് പറയുമ്പോൾ എന്തിനാ അച്ഛാ വെറുതെ, ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അല്ലേ വീട്ടിലേക്കുള്ളൂ, ഞാനൊരു ഓട്ടോ പിടിച്ച് വന്നേക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അതിന് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിന്റെ പുറത്തേക്ക് പോകണ്ടേ മോളെ, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, 2 മിനിറ്റ് നടന്ന ഓട്ടോ സ്റ്റാൻഡാ, ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സുലോചനയാണെങ്കിൽ വൈജയുടെ അടുത്ത് എത്തുമ്പോൾ അവിടെ സിസ്റ്റർ പ്രഷറൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ
പെയിന് കുറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ദാഹം ഉണ്ടെങ്കിൽ കരിക്കൻ വെള്ളം തരാട്ടോ എന്നും പറഞ്ഞിട്ട് പോവാണ്. ആ സമയത്ത് നമ്മുടെ സുലോചനയാണെങ്കിൽ അലീനെ പിടിച്ച് ആ കൈയൊന്ന് പിടിച്ചു നോക്കുക. അപ്പോഴേക്കും വലിക്കും. അപ്പോൾ സുലോചന വൈജയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ സിസ്റ്റർ വന്നിട്ട് ചോദിക്കും, ഇവിടെ നിന്നില്ല നേരത്തെ ബൈസ്റ്റാൻഡർ അലീന, ആ കുട്ടി ഇവരുടെ മകൾ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ സുലോചന ചോദിക്കുന്നുണ്ട് കേട്ടോ, അതെന്താ അങ്ങനെ ചോദിച്ചെന്ന്. അല്ല, ആ കുട്ടി ഈ ആന്റിയെ ചികിത്സിക്കാൻ നോക്കിയിട്ടൊന്നും ഇവർക്കത് പറ്റുന്നില്ല, ദേഹത്ത് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല, ജ്യൂസ് കൊടുത്തപ്പോ കുടിച്ചതുമില്ല, ഭയങ്കര ദേഷ്യം, അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ സുലോചന പറയുന്നുണ്ട്, എന്തെങ്കിലും കാരണത്തെ പിണങ്ങിയതായിരിക്കും. ഇത് അങ്ങനെയൊന്നല്ല, പിണക്കൊന്നല്ല, വെറുപ്പാണ്. ആ കുട്ടിയാണെങ്കിൽ GDA കോഴ്സ് പഠിച്ചതാണ്, കിടപ്പ് രോഗികളെ നന്നായിട്ട് ശുശ്രൂഷിക്കാൻ കുട്ടിക്ക് അറിയാം, പക്ഷേ രോഗി സമ്മതിക്കുന്നില്ല. അപ്പൊ സുലോചന ചോദിക്കുന്നുണ്ട്, ആണോ ചേച്ചിക്ക് അലീനയുടെ അടുത്ത് ദേഷ്യമുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ നേഴ്സ് പറയുന്നുണ്ട് കേട്ടോ, ആ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ഇവരോട് തന്നെ ചോദിച്ചു, ആ കുട്ടി മോളല്ലേ എന്ന്. അപ്പോൾ ഒരു പേപ്പറിൽ എഴുതി കാണിച്ചു തന്നു അല്ല എന്ന്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ സുലോചന പറയുന്നുണ്ട് കേട്ടോ, അത് പിന്നെ വൈചേച്ചി പ്രസവിച്ച മകളല്ല, വൈചേച്ചിയും ബാലേട്ടനും കൂടി കല്യാണം കഴിക്കുമ്പോൾ അലീന ഉണ്ട് എന്ന് പറയുമ്പോൾ, ഓ അപ്പോൾ അലീനയുടെ അമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവർ മരിച്ചുപോയി എന്ന് പറയാണ്. അപ്പോൾ ഇവരുടേത് രണ്ടാം കല്യാണം അല്ലേ എന്ന് ചോദിക്കുമ്പോഴും നമ്മുടെ വൈജയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് വയ്യാട്ടോ. എന്നിട്ട് സുലോചന പറയുന്നുണ്ട് കേട്ടോ, കല്യാണത്തിന് വലിയ ഇഷ്ടമല്ലായിരുന്നു വൈജേച്ചിക്ക് എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, എങ്ങനെയെന്നാൽ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ചത്, അത് ചിലർക്ക് അങ്ങനെയാ, വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ നിന്ന് പോവില്ലല്ലോ എന്ന് സുലോചന പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി ഒരുപാട് അനുഭവിച്ച് കാണുമല്ലോ. സുലോചനയാണെങ്കിൽ വൈജയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയും, കുറേയൊക്കെ സഹിക്കാതെ പറ്റില്ലല്ലോ എന്ന്. അപ്പോൾ തന്നെ നേഴ്സ് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ വെച്ച് ഇങ്ങനെയാണെങ്കിൽ വീട്ടിൽ വെച്ച് എന്തായിരിക്കും അല്ലേ, ഈ രണ്ടാനമ്മ പോരാണ് ഭയങ്കരം, ഈ അമ്മായിയമ്മ പോരോ നാത്തൂൻ പോരൊക്കെ അതിന് താഴെ നിൽക്കത്തുള്ളൂ എന്ന്. ആ പെൺകൊച്ചാണെങ്കിൽ പാവട്ടോ, എന്ത് വേണമെങ്കിലും ഇവർക്ക് ചെയ്തു കൊടുക്കും എന്ന് പറയുമ്പോൾ സുലോചന പറയും, അത് വീട്ടിലും അങ്ങനെ തന്നെയാണ്, എന്തു പണിയും അവൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ സിസ്റ്റർ പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ ആരോ പറഞ്ഞു കേട്ടോ, രാത്രി 1:30 മണിക്ക് സാറിനോട് എന്തോ വഴക്കുണ്ടാക്കിയിട്ടാണ് ഈ ആൻറ്റി കാറെടുത്ത് പോയതെന്ന്, അങ്ങനെയാണ് അപകടം പറ്റിയതെന്ന് പറയുമ്പോൾ സുലോചന പറയും, ആണോ, ഞാൻ അറിഞ്ഞില്ല എന്ന്. അതേന്നെ, എങ്കിലും രാത്രി 1:30-ക്കൊക്കെ കാർ എടുത്ത് പോവാന്ന് വെച്ചാൽ ഭയങ്കര ധൈര്യം വേണം കേട്ടോ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന സുലോചനയും പറയുന്നുണ്ട് കേട്ടോ, ചേച്ചിക്ക് പണ്ടേ ഭയങ്കര ധൈര്യമാണ്. ഞാനേ ഇതൊക്കെ പറഞ്ഞ ബാലേന്ദ്രൻ സാറിനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ്, ഞങ്ങൾ എപ്പോഴും സ്വർണ്ണം എടുക്കുന്നത് ബാലേന്ദ്രൻ സാറിൻ്റെ കടയിൽ നിന്നാണ്, ആ ആൾക്ക് നല്ല സ്വഭാവമാണെന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ കൃഷ്ണയെ വിളിച്ച് ചോദിക്കാൻ കേട്ടോ, അലീന എത്തിയില്ലേ എന്ന്. അപ്പോൾ കൃഷ്ണ പറയും, ഞാൻ ട്യൂഷൻ വിട്ട് വന്നപ്പോൾ ചേച്ചിയെ കാണാഞ്ഞപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ അമ്മയുടെ അടുത്താണ് എന്നാണ് പറഞ്ഞതെന്ന്. അവിടെ നിന്ന് ഇറങ്ങി 15 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തേണ്ടതല്ലേ, ഞാൻ വിളിച്ചിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു മോളെ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഒന്നുകൂടെ വിളിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ഒന്നുകൂടെ വിളിച്ച് നോക്കുമ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ വിളിച്ചിട്ട് കിട്ടിയില്ലേന്ന്. ഇല്ല, അവളുടെ ഫോണേ സ്വിച്ച് ഓഫ് ആണ് പറയുന്നതെന്ന് പറയുമ്പോൾ, ഇല്ല ചേച്ചി ഒരിക്കലും സ്വിച്ച് ഓഫ് ആക്കി വെക്കത്തില്ല, പിന്നെ പുതിയ ഫോണായതുകൊണ്ട് ചാർജും തീരത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ആകെ ഒരു ആദ്യമാണ് കേട്ടോ. അപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന്. നേരെ ഗോവർദ്ധനെ വിളിക്കുകയാണ്. അപ്പോൾ ഗോവർദ്ധൻ ഹോസ്പിറ്റലിലായിരിക്കും. അലീന അവിടുന്ന് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അവൾ 1/2 മണിക്കൂറായല്ലോ പോന്നിട്ട് എന്ന് പറയും. നീ അവളെ എങ്ങനെയാണ് പോകുന്നതെന്ന് അന്വേഷിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഓട്ടോ കയറി പോയി കാണും എന്ന് പറയൂട്ടോ. അപ്പൊ തന്നെ ചൂടാവുന്നുണ്ട് ഗോവർദ്ധൻ, നീ അതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എന്നെ ശിവേട്ടൻ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു. എന്തിന്? വൈചേച്ചിയുടെ ചികിത്സയ്ക്ക് കുറച്ച് ക്യാഷ് തന്നോ എന്ന് ചോദിക്കുമ്പോൾ എത്ര എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ 1 ലക്ഷം എന്ന് പറയുമ്പോൾ, 1 ലക്ഷം അത് താൻ എന്തിനാ വാങ്ങിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, വേണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്കാം, അതെന്തായാലും നീ അലീനെ ഒന്ന് തിരക്ക് എന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ബാലേന്ദ്രൻ കൃഷ്ണയോട് പറയുന്നുണ്ട് കേട്ടോ, മോളെ വേഗം മാറ്റിക്കോ, നമുക്ക് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകണം, അലീനച്ചിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഒരു 4 തവണ ഇവിടെ വന്ന് പോകേണ്ട സമയം കഴിഞ്ഞെന്ന്. അങ്ങനെ കൃഷ്ണ ഓടി മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നു. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനാണെങ്കിൽ ശിവനെ വിളിക്കുകയാണ്. എന്താ ബാലേന്ദ്രൻ എന്ന് ചോദിക്കുമ്പോൾ, അലീന എവിടെയെന്ന് ചോദിക്കട്ടോ. അലീനയെ നീ എൻ്റെ അടുത്ത് ആക്കിയിട്ടാണോ പോയത് എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് എന്ന് ശിവൻ പറയുമ്പോൾ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു ശിവേട്ട, എൻ്റെ മോളെവിടെ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ, അവളെവിടെയെന്ന് എന്നോടാണോ ചോദിക്കുന്നത്, അവളെ താൻ എൻ്റെ അടുത്ത് ആക്കിയിട്ടാണോ പോയത് എന്ന് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കാൻ കേട്ടോ. ഞാനേ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാ, ഈ കൊള്ളി കൊണ്ട് തല ചൊറിയല്ലേ ശിവേട്ട, അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ശിവൻ പറയും, ഞാൻ അനുഭവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, എന്താന്ന് വെച്ചാൽ ചെയ്യാന്ന് പറയും. എനിക്ക് മനസ്സിലായി, സാമാന്യ മര്യാദയ്ക്ക് ഞാൻ അലീന എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് അലീന എവിടെ പോയി, നിങ്ങളുടെ അടുത്ത് ഇല്ലേ എന്നല്ലേ, അതിന് പകരം താൻ എന്താ എന്നോട് പറഞ്ഞത് തർക്കുത്തരം. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി
താൻ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് എന്ന് പറയുമ്പോൾ ശിവൻ പറയും, എങ്കിൽ താൻ പോയിട്ട് കേസ് കൊടുക്കടോ, നമുക്ക് കോടതിയിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലായ അങ്ങനെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ അങ്ങ് കട്ടാക്കാണ്. എന്നിട്ട് നേരെ ബാലേന്ദ്രൻ കൃഷ്ണയോട് പറയുന്നുണ്ട്, ഗോവർദ്ധനെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, അവിടെ നിന്ന് എങ്ങോട്ടും പോകരുതെന്ന് പറയാൻ വേണ്ടിയിട്ട്. കൃഷ്ണ അങ്ങനെ ചെയ്യാണ്. അതിൻ്റെ ശേഷം നമ്മുടെ അലീനയെ റൂമിലേക്ക് ഉന്തി വിടുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. നാളത്തെ എപ്പിസോഡാണ് കിടിലൻ. നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് മനു ഭയങ്കരമായിട്ട് അച്ഛനെയും കൊച്ചച്ഛനെയും ഒക്കെ പൊരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാത്രി തന്നെ അലീനയെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗംഗാധരൻ വിളിച്ച് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് അത്ര നിസ്സാരമായിട്ടുള്ള കളിയല്ല എന്നും. പിന്നീട് അലീനയെ കുറേ ഗുണ്ടകൾ ചേർന്ന് പിടിച്ച് വലിക്കുന്നതും അലീന കെട്ടഴിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.